നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ പോലീസ് രോഹിത്തിനെ ചോദ്യം ചെയ്യുവാണ്. രോഹിത് പക്ഷെ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം അന്ന് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മദ്യലഹരിയിലായിരുന്നു ബാക്കി എല്ലാവരും. പക്ഷേങ്കിൽ ഈ പറയുന്ന ഹരി അവളെ ഇങ്ങനെ റേപ്പ് ചെയ്യുന്ന സമയത്ത് രോഹിത് അവിടുന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയോ ചെയ്തേ. രോഹിത്തിനെന്തോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോരുകയോ ചെയ്തേ. അതുകൊണ്ടാണ് അവൻ പറയുന്നത് താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ പിടികൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കറും അതുപോലെ തന്നെ ഹരിശങ്കറിന്റെ കൂടെയുള്ള കൂട്ടുകാരും പറഞ്ഞു അതെ രോഹിത് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രോഹിത്തിനെ അന്വേഷിച്ച് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നത്. രോഹിത് കുറ്റം സമ്മതിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പോലീസ് ജീപ്പിൽ നിന്ന് ബാക്കിയുള്ള അവന്മാരെയും കൂടെ പുറത്തേക്ക് ഇറക്കുവാണ്. അങ്ങനെ ഹരിശങ്കറെയൊക്കെ കൂട്ടിക്കൊണ്ട് പോലീസുകാർ അകത്തേക്ക് വരുവാണ്. ഹരിശങ്കറെ കണ്ടു കഴിഞ്ഞപ്പോൾ രോഹിത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രോഹിത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അന്ന് പോകുന്ന സമയത്ത് ഹരിശങ്കറോട് പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന്. ഹരിശങ്കർ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞ് രോഹിത്തിനെ കൂട്ടിയതാ. പക്ഷേ എങ്കിൽ ഹരിയാണിതെല്ലാം ചെയ്ത് കൂട്ടി വെച്ചത്. ഒടുവിൽ കുറ്റം വന്നു കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തിന്റെ തലയിലേക്കും വരുന്നുണ്ട്. മറ്റവന്മാരും കൂടി റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ രോഹിത് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും രോഹിത്തിനും ആ ഒരു കേസിൽ പ്രതിയാവുകയാണ്. എസ് ഐ ചോദിച്ചു എന്താടാ നീ നോക്കുന്നേ? ദേ നിന്റെ കൂട്ടുപ്രതികളാ ഇത്. ഇവന്മാരാണ് പറഞ്ഞത്. സത്യം പറയടാ, നിന്റെയൊക്കെ കൂടെ ഇവനുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഇവനുണ്ടായിരുന്നു പറയണം. ഹരിയാണ് പറഞ്ഞ രോഹിത് ഉണ്ടായിരുന്നെന്ന്. രോഹിത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പറഞ്ഞു. കേട്ടില്ലേ? ഇനിയിപ്പം നീ എന്താ പറയണമെന്ന് ചോദിച്ചു. രോഹിത് പറഞ്ഞു ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടില്ലാന്നോ? ബാലേന്ദ്രനാണ് ആകെപ്പാടെ വിഷമമായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ബാലേന്ദ്രൻ തല കുനിച്ച് പിടിച്ച് നിൽക്കുക. തല ഉയർത്താൻ പോലും ബാലേന്ദ്രന് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അലീനയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവുകയാണ്. രോഹിത് അപ്പോഴും പറയണേ താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാ പറയണേ. ബാലേന്ദ്രൻ സഹിച്ചില്ല. ബാലേന്ദ്രൻ നേരെ രോഹിത്തിന്റെ അടുത്തേക്ക് വന്നു. സത്യം പറയടാ, ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ? നീയും ഇവനും എല്ലാവരും കൂടെ ചേർന്നിട്ട് പാവം പിടിച്ച് ഏതൊരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്യുന്നത് സത്യമാണോ എന്ന് ചോദിച്ചു. രോഹിത്തൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും പറഞ്ഞു സത്യം പറഞ്ഞു അച്ഛൻ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കള്ളത്തരം ചെയ്തിട്ട് വീണ്ടും എൻ്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നു എന്നും ചോദിച്ചിട്ട് അടിക്കുവാണ്. ആ സമയം എസ് ഐ പറഞ്ഞു അതെ ഇതൊക്കെ നേരത്തെ കൊടുക്കുമായിരുന്നെങ്കിൽ ഇവനിങ്ങനെ വഴിപഴിച്ച് പോവില്ലായിരുന്നല്ലോ. മക്കളെ നേരെ ചൊവ്വേ വളർത്താൻ പഠിക്കണം, അല്ലാതെ കയറുരി വിട്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അവരെ തല്ലിയിട്ടും കൊന്നിട്ടും ഒന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് നല്ല ദേഷ്യമായിരുന്നു ഹരിശങ്കറിനോട് ബാലേന്ദ്രൻ തോന്നിയ. ഇവന് ഒറ്റയൊരുത്തനെ തൻ്റെ മോനെ കൊണ്ടേ വഴി തെറ്റിച്ചെന്നുള്ള കാര്യം അറിയാം. അലീന ഹരിയെ രൂക്ഷമായിട്ട് നോക്കണം. പക്ഷെ ഹരിക്ക് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. താൻ എന്തോ വലിയൊരു കാര്യം ചെയ്യുന്ന മട്ടിലൊക്കെയാണ് ഹരിശങ്കർ നിൽക്കുന്നത്. അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു ഇതേ ഇവനുമാരെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റാൻ പറയാണ്. ആ പെങ്കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ ഒന്നും പുറലോകം പിന്നെ കാണത്തില്ല എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി അലീനയ്ക്ക്. കാരണം തൻ്റെ അനുജനാണ്. തന്നോട് എത്ര ദേഷ്യം കാണിച്ചെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ തൻ്റെ അനുജനല്ലേ. അപ്പോഴേക്കും അലീന എസ് ഐയുടെ പിന്നാലെ എന്നിട്ട് സാറേ രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? അപ്പം പെങ്ങൾ അതാണോ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? ആങ്ങളെ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന്? അല്ല അത് പിന്നെ അതല്ലേലും അങ്ങനെ എല്ലാവരും പറയത്തുള്ളൂ. അമ്മമാർ പോലും പറയും മക്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ പറയണേ. കേരള പോയെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ കയറ്റിക്കൊണ്ട് അങ്ങനെ ജീപ്പ് അങ്ങോട്ട് പോകണം. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അലീനയ്ക്കും ബാലേന്ദ്രനും ഒക്കെ. ഒരു നിമിഷം ബാലേന്ദ്രൻ ഇങ്ങനെ ഒന്ന് പതറുന്നു. പിന്നീട് ബാലേന്ദ്രൻ പിന്നോട്ട് അങ്ങനെ വേച്ചു പോവാണ്. പെട്ടെന്ന് അലീനെ കയറി പിടിച്ചു. കൃഷ്ണമോള് ഓടി വന്ന് അച്ഛനെ താങ്ങണം. എന്താ അച്ഛാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അച്ഛനൊന്ന് അറ്റാക്ക് വന്നതല്ലേ. പിന്നീട് ബാലേന്ദ്രനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അതേ സമയത്ത് രോഹിത്ത് ജീപ്പിലിരുന്ന് ഹരിയോട് ചോദിച്ചു എടാ എന്താടാ അത്, എന്താ സംഭവിച്ചേ? ആ സമയം ഹരി പറഞ്ഞു അവള് ചതിച്ചു. കാരണം അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വീട്ടുകാർ ചോദ്യം ചെയ്തു എന്താ എങ്ങനെയെന്നൊക്കെ. +2 ഇങ്ങനെ പെങ്കൊച്ചല്ലേ, അവൾക്കും വല്ലാത്തൊരു മാറ്റമായിരുന്നു. പിന്നീട് വീട്ടുകാരൊക്കെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ 3-4 അവന്മാർ കൊണ്ട് റേപ്പ് ചെയ്തു. അതും മയക്കുമരുന്ന് കൊടുത്തിട്ടാണ്. അവർ നേരെ കംപ്ലൈൻറ്റ് കൊടുത്തു. അതൊന്നും ഈ പറയുന്ന ഹരിശങ്കർ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കംപ്ലൈൻറ്റ് കൊടുത്ത കാര്യങ്ങളൊക്കെ. പിന്നീട് പോലീസുകാർ ഒന്ന് പിടികൂടി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. നല്ല രീതിയിൽ തന്നെ ചതിച്ച് കഴിഞ്ഞപ്പോൾ ഹരിശങ്കറിനൊക്കെ സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റിയില്ല. ഉള്ള സത്യാവസ്ഥകളൊക്കെ പുറത്തു വരുവാണ്. അങ്ങനെ ഒരുത്തനെ പിടിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റവൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന അവന്മാരെല്ലാം കുടുങ്ങി. പക്ഷെ അവന്മാരൊക്കെ ഈ പറയുന്ന ശരണ്യെ മിസ്യൂസ് ചെയ്താണ്. പക്ഷേ എങ്കിൽ രോഹിത് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പേര് വന്നു കഴിഞ്ഞപ്പോൾ രോഹിത്തിൻ്റെ പേരും കൂടെ വരുവാണ്. അതേസമയം ബാലേന്ദ്രനെ ഡോക്ടർ പരിശോധിച്ചു. പിന്നീട്
അലീനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു പെട്ടെന്നൊരു ടെൻഷൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയണം. അതെ, തൽക്കാലത്തേക്ക് ഇവിടെ ഒന്ന് അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ബാലേന്ദ്രനും ബോധം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ സംഭവിച്ചില്ല. എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ്. അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കൃഷ്ണമോൾക്കൊക്കെ സങ്കടമായിരുന്നു. അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രൻ നിർബന്ധം പിടിച്ച് വീട്ടിലേക്ക് വരുവാണ്. വരണ സമയത്ത് ബാലേന്ദ്രനൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അലീനയ്ക്ക് ടെൻഷനായിരുന്നു. പിന്നീട് അലീന മണിശങ്കറെ വിളിക്കണം. മണിശങ്കറെ വിളിച്ച് കാര്യങ്ങൾ പറയണം. മനുവേട്ട ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും മണിശങ്കർ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന അലീനെ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പക്ഷെ ആരോടും ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. കഥ കടച്ച് മുറിക്കകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അലീന പിന്നീട് മനുഷ്യങ്ങളുടെ കാര്യങ്ങൾ പറയാണ്. രോഹിത്ത് പോയിട്ട് വന്നതിന് ശേഷം രോഹിത്തിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ എവിടെ എന്താണെന്നും അറിയത്തുണ്ടായിരുന്നില്ല. നന്നായിട്ട് മദ്യപിച്ചിട്ടാണ് വന്നത്. ആ സമയത്ത് മനുഷ്യങ്കർ പറഞ്ഞു മിക്കവാറും ഹരിശങ്കർ ആയിരിക്കും ഇതിൻ്റെ എല്ലാം പിന്നിൽ. അവനെ പലവട്ടം ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. ആ സമയം അലീന എന്താണെങ്കിലും മനുവിനോട് കാര്യങ്ങൾ പറയാണ്. രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അവനാണിട്ട് പറയുന്നുണ്ട്. അവന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. മനു പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അലീനെ. കേസ് വരുമ്പോൾ എല്ലാവരുടെയും പേരിലല്ലേ വരുന്നതെന്ന് ചോദിച്ചു. നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്നൊക്കെ പറയണം. ഇതൊക്കെ അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് സഹിച്ചില്ല. കമലയ്ക്ക് പൊത്തി പൊതിഞ്ഞ് വളർത്തിക്കൊണ്ട് വന്നല്ലേ മോനെ. ഹരിശങ്കർ എന്ത് തെറ്റ് ചെയ്താലും അവനൊന്നും ചെയ്തിട്ടില്ല, അവൻ തൻ്റെ മോൻ നല്ലവനാണെന്നും പറഞ്ഞുകൊണ്ടിരുന്ന. പക്ഷേ നല്ലൊരു അടി തന്നെയാണ് കമലയ്ക്കും കിട്ടിയിരിക്കുന്നത്. ഈ സമയത്ത് അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് നിന്ന് ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കണം. അച്ഛൻ വിഷമിക്കാതിരിക്കുക. അവൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അച്ഛൻ ആ കാര്യത്തിൽ വിഷമിക്കേണ്ട. പക്ഷേ ബാലേന്ദ്രൻ അത് കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ബാലേന്ദ്രൻ പറഞ്ഞു അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവനോട് ഞാൻ കോളേജിൽ പോയെന്ന് ചോദിച്ചപ്പോൾ തന്നെ അവൻ പറഞ്ഞു പോയെന്നൊക്കെ പറയുക ചെയ്തേ. പക്ഷേ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി. അവൻ എന്തൊക്കെയോ കള്ളത്തരം മറച്ചു വെക്കുന്നുണ്ടെന്ന്, ഒളിച്ചു വെക്കുന്നുണ്ടെന്ന്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പാവം പിടിച്ച പെങ്കൊച്ച് ഈ കൃഷ്ണമോളെ പോലെ ബബിതയെ പോലെയൊക്കെയല്ലേ ആ കൊച്ചു. എന്നിട്ടാണ് അവന് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. അപ്പോഴേക്കും അലീന പറഞ്ഞു അച്ഛൻ വിഷമിക്കാതിരിക്കുക. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അവനെ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ പോലീസിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവനെ നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരണ്ടേ. ബാലേന്ദ്രൻ പറഞ്ഞു എനിക്കിനി അങ്ങനെ ഒരു മോനില്ല. അവനുള്ള എൻ്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു മോളെ. അവൻ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. ആകെപ്പാടെ തകർന്നു പോയി ബാലേന്ദ്രനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അലീനയ്ക്കും കൃഷ്ണമോൾക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് കൃഷ്ണമോള് അലീനയോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേച്ചിന്ന് ചോദിക്കുക. ഇതേ സാധാരണ കേസല്ല, അറിയാലോ. ആ പെങ്കൊച്ച് +2 പഠിക്കുകയാണ്. പ്രായപൂർത്തി പോലും ആയിട്ടില്ല. അതുകൊണ്ട് ഒരു പക്ഷേങ്കിൽ ഇത് വലിയ കേസും കാര്യങ്ങളൊക്കെ ആവും. രോഹിത്തിന് അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല മോളെ. ഇറങ്ങാൻ പറ്റണമെങ്കിൽ രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിയണം. അങ്ങനെ വന്നാൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ. അവൻ എൻ്റെ സഹോദരനായി പോയില്ലേ, എനിക്ക് അവനെ രക്ഷിക്കണമെന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് അലീന ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. രോഹിത്ത് ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ആ പെൺകൊച്ചിന് മൊഴി നിർണായകമാണ്. പക്ഷെ അതിനുള്ള ബോധവും കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. മയക്കുമരുന്ന് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ. തന്നെ ആരൊക്കെയാണ് മിസ്യൂസ് ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. 3-4 പേരുണ്ടെന്ന് അറിയായിരുന്നു. ഹരിശങ്കറാണ് കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയാം. ആ സമയത്ത് അവിടെ വെച്ച് രോഹിത്തിനെ കണ്ടൊരു ഓർമ്മയുണ്ട് അതിന്. പക്ഷേ എങ്കിൽ അവൻ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും അലീന തെളിയിക്കും. ഒടുവിൽ രോഹിത്തിനെ രക്ഷിക്കാൻ തന്നെ അലീനയ്ക്ക് കഴിയും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.